251% നിലവിലുള്ള നികുതി. അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് റൂൾ 50യുടെ നോട്ടീസ് നിഷേധിച്ചിട്ടും അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആരോപണങ്ങൾ ഒന്നും രേഖയിൽ കാണാൻ പാടില്ല. കാരണം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്നും മറുപടി പറയാൻ അവസരം പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. റൂൾ 52ന്റെ വളരെ വലിയ വയലേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. സഭയിൽ ഒരു കാരണവശാലും രേഖയിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് എല്ലാവരെയും ഇങ്ങനൊരു പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തന്നെ ഉൾപ്പെടുത്തിയതിന് ശേഷം പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. നമസ്കാരം. മദ്യനയത്തിൽ സർക്കാരിനെതിരെ സഭയ്ക്കകത്തും പുറത്തും ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ ആരോപണം. ഒരു സ്വകാര്യ മദ്യക്കമ്പനിക്ക് അമിതമായ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്നും പിണറായി ആരോപിച്ചു. സർക്കാരിന്റെ അസാധാരണ നീക്കത്തിന് പിന്നിൽ അഴിമതിയാണെന്ന് ആരോപിച്ച് മുൻ ധനമന്ത്രി രംഗത്തു വന്നു. സഭയ്ക്ക് പുറത്താണ് ധനമന്ത്രി ആരോപണം ഉന്നയിച്ചത്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നുവെന്നും ആരോപിക്കുന്നു. മുന്നണിയിലും ആശങ്ക ശക്തമാണ്. മദ്യനികുതി ഇളവുമായി ബന്ധപ്പെട്ടുയർന്ന ആശങ്ക ദൂരീകരിക്കണമെന്ന് സാദിഖ് അലി തങ്ങൾ ആവശ്യപ്പെട്ടു. വീര്യം കുറഞ്ഞ മദ്യം എന്നത് ബജറ്റിൽ എങ്ങനെ വന്നുവെന്നറിയില്ല എന്നും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ അതുണ്ടായിരുന്നില്ല എന്നുമാണ് വി.എം. സുധീരനും വ്യക്തമാക്കുന്നത്. അതിനിടെ മദ്യനയത്തിന്റെ ഫയൽ നീക്കം ശരവേഗത്തിലാണ് നടന്നത് എന്ന വിവരങ്ങളും പുറത്തുവന്നത് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്നു. മദ്യനയ വിവാദം പ്രതിച്ഛായയെ ബാധിക്കുന്ന വിധത്തിൽ ചർച്ചയാകുമ്പോഴും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മറുപടി പറഞ്ഞില്ല. നാളെ സഭയിൽ എന്താകും മുഖ്യമന്ത്രിയുടെ വിശദീകരണം? യു-ടേൺ അടിച്ച് മുഖം രക്ഷിക്കുമോ അതോ നികുതി നിർദ്ദേശത്തിൽ ഉറച്ചു നിൽക്കുമോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, ഡി സുരേഷ് കുമാർ CPM പ്രതിനിധി, ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, ഒരാളുടെ തീരുമാനം അത് കൂട്ടായി ന്യായീകരിക്കുന്നത് ജനാധിപത്യ മാതൃകയല്ല എന്നതായിരുന്നു ഈ വിഷയത്തിൽ പരസ്യമായുള്ള താങ്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രി എടുത്ത തീരുമാനം പക്ഷേ ഈ സർക്കാരിനെ ആകെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയല്ലേ? അല്ല, അതിന് അങ്ങനെ കാണണ്ട. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രം അത്ര അഭിപ്രായങ്ങളെ കാണണ്ട. അത് എവിടെയായാലും, ജനാധിപത്യത്തിൽ എവിടെയായാലും ആളുകൾ കൂട്ടമായി എടുക്കുന്ന തീരുമാനമാണ് ഒന്നിച്ചു നിന്ന് പ്രതിരോധിച്ച് പറയേണ്ടത് എന്നുള്ളതാണ് ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാളെടുക്കുന്ന തീരുമാനങ്ങളല്ല അങ്ങനെ ചെയ്യേണ്ടത്. അത് ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു ടീമിൻ്റെ തീരുമാനമാകില്ലല്ലോ. ടീമിൻ്റെ തീരുമാനമാണെങ്കിൽ എല്ലാവരും കൂടി ആലോചിച്ച് ചെയ്യണം. ഇവിടെ മദ്യനയത്തിൽ UDFൻ്റെ മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല. ബജറ്റിൽ നികുതി വകുപ്പിൻ്റെ ഒരു ശുപാർശ പ്രഖ്യാപിച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും മദ്യനയം പ്രഖ്യാപിക്കാൻ പോകുന്നേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ, UDFൻ്റെ അതുപോലെ മന്ത്രിസഭയുടെയൊക്കെ യോഗം ചേരാൻ പോകുന്നേ ഉള്ളൂ ഈ വിഷയത്തിൽ. ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള ആ കൺസെപ്റ്റിന് നികുതി നിശ്ചയിച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്ത് ഒരു വലിയ രീതിയിലുള്ളൊരു അഭിപ്രായ വ്യത്യാസത്തിന് ഇട നിൽക്കുന്നില്ല. ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങാനിരിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ചില ആശങ്ക ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യാൻ UDF പ്രതിജ്ഞാബദ്ധമാണ്. സ്വാഭാവികമായിട്ടും എല്ലാവരുമായിട്ടുള്ള ചർച്ചകളോടെ, കൂടിയാലോചനയോടെ, എല്ലാവരുടെ അഭിപ്രായം കേട്ടിട്ടായിരിക്കും മദ്യനയം പ്രഖ്യാപിക്കുക. ശ്രീ ജിൻഡോ ജോൺ, ഇതിൽ ഒരാളുടെ തീരുമാനം കൂട്ടമായി ന്യായീകരിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ മാതൃകയല്ല എന്നതാണ് താങ്കൾ പറഞ്ഞത്. അതിന് സമാനമായ രീതിയിലുള്ള പ്രതികരണമാണ് താങ്കളുടെ ഭാഗത്തു നിന്നും ഇപ്പോഴും വരുന്നത്. പക്ഷെ നോക്കൂ, ഒരു മാസം തികഞ്ഞ ഈ സർക്കാരിനെ സഭയ്ക്കകത്തും പുറത്തും അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് വഴി ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഈ സംഭവം. ഞങ്ങൾ നടത്താത്ത കാര്യം, ഞങ്ങൾ മാറ്റിവെച്ചിരുന്ന കാര്യം നടത്തുന്നു എന്നതാണ് ഇതിലുള്ള ആരോപണം.
കുറച്ചു മുൻപ് നമ്മൾ PM ശ്രീ ചർച്ച ചെയ്തിരുന്നു. അത് നിർബന്ധിതരാകുന്നു തങ്ങൾ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണമെങ്കിൽ ഇവിടെ LDF മാറ്റിവെച്ചത് നടപ്പിലാക്കിയതിലൂടെയാണ് ഈ ആരോപണം ഒരു മാസം പിന്നിടുമ്പോൾ സർക്കാരിന് കേൾക്കേണ്ടി വരുന്നത്. അതിനെ താങ്കൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ രീതിയിൽ ചർച്ചകളിൽ മറുപടി പറയേണ്ടി വരുന്നത്. അല്ല, താങ്കളുടെ നിരീക്ഷണത്തിൽ കുറേ ശരികളുണ്ട്, കുറേ കാര്യത്തോട് എനിക്ക് യോജിപ്പുമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇതിൽ അഴിമതിക്കൊന്നും ഇടയില്ല. ഇക്കാര്യത്തിൽ നികുതി വകുപ്പിൻ്റെ ഒരു ശുപാർശ ധനകാര്യ വകുപ്പ് അത് ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഓരോ സ്ലാബ് തിരിച്ച് കൃത്യമായിട്ട് അതിനൊരു ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഈ മദ്യം വിൽക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ടാക്സ് റേറ്റ് വെച്ചിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള വീര്യം കുറഞ്ഞ മദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണോ വിൽക്കണമോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് UDFൻ്റെ മദ്യനയ പ്രഖ്യാപനത്തോടു കൂടിയാണ്. അപ്പോൾ അതിൽ എല്ലാ കൺസേൺ പാർട്ടീസുമായിട്ട് സംസാരിച്ച് എല്ലാവരുമായിട്ടുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിനപ്പുറത്തുള്ളതെല്ലാം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അഴിമതി ആരോപണമാണ്. അപ്പോൾ ഇവിടെ LDFൻ്റെ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തെ എക്സൈസ് മന്ത്രി MP രാജേഷാണ് ഇതിൽ അഴിമതി ആരോപണം ആദ്യം ഉന്നയിക്കുന്നത്. എന്ത് കിട്ടി എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് കിട്ടി എന്ന് ചോദിക്കാനുണ്ടാവും. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2016 ഏപ്രിൽ മാസം 29 ബാർ ഉണ്ടായിരുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം അവശേഷിക്കുമ്പോൾ 1000ഓളം ബാറിലേക്ക് എത്തിയപ്പോൾ ബാറുകളുടെ എണ്ണം കൂട്ടിക്കൊടുത്തപ്പോൾ MP രാജേഷിനും പിണറായി വിജയനും എന്ത് കിട്ടി? രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെ മാത്രം തുറന്നിരിക്കാൻ അനുവാദമുണ്ടായിരുന്ന ബാറുകൾക്ക് രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ, അതായത് 2 മണിക്കൂർ അധികം തുറന്നിരിക്കാൻ അനുവാദം കൊടുത്തപ്പോൾ LDFന് എന്ത് കിട്ടി? അതുകൂടാതെ 5 ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് ഫീസ് അടച്ചു കഴിഞ്ഞാൽ രാത്രി വെളുപ്പിന് 3 മണി വരെ തുറന്നിരിക്കാൻ അനുവാദം കൊടുത്തപ്പോൾ എന്ത് കിട്ടി? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കേണ്ടുന്ന സമയങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ നോക്കൂ, ഇതിൽ നിങ്ങളോട് ഇപ്പോൾ ചോദ്യം വരുവാണല്ലോ, ഞങ്ങൾ നടത്താതിരുന്ന കാര്യം എന്തിനു ചെയ്തു എന്നതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിൽ അഴിമതി ഉണ്ട് എന്ന ആരോപണം അവർ ഉന്നയിക്കുന്നു. അവരെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ വാചകങ്ങളാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടും അത് തന്നെ ആയിരുന്നുവല്ലോ. അപ്പോൾ അത് അവർ ചോദിക്കുമ്പോൾ അതിനല്ലേ മുഖ്യമന്ത്രി ആദ്യം മറുപടി പറയേണ്ടത് എന്നൊരു കാര്യമുണ്ട്. അതവിടെ ഇരിക്കട്ടെ. മാത്രവുമല്ല, നോക്കൂ, ഇവിടെ ഇപ്പോൾ വലിയ അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് അവർ ആരോപിക്കുന്നു. PM ശ്രീയിൽ നമ്മൾ കണ്ടതാണ്. ഈ സർക്കാരിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രി എടുത്ത നിലപാടിലൂടെ ഈ സർക്കാരിന്റെ മുന്നണിയുടെ ആകെ പ്രതിച്ഛായ ആ നിലയ്ക്ക് മാറുന്നു എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അല്ല, അത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു നിരീക്ഷണമാണ്. അതിനെ ആ അർത്ഥത്തിൽ അംഗീകരിക്കാനോ അതിനോട് യോജിക്കാനോ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ അഴിമതി ആരോപണമാണ് ഉന്നയിക്കുന്നത്. അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ UDFൻ്റെ മദ്യനയത്തിലൂടെ പ്രഖ്യാപിച്ചിട്ടില്ല, തീരുമാനമെടുത്തിട്ടില്ല. ധനകാര്യ വകുപ്പിൻ്റെ ഒരു ശുപാർശ ബജറ്റിലെ ഒരു ശുപാർശയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രം. അതിൽ 2022-23 LDFൻ്റെ മദ്യനയത്തിൻ്റെ ചുവട് പിടിച്ച് വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള ടെർമിനോളജി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തിയ അവർ റേറ്റ് തീരുമാനിക്കാതെ പോയി. അതിൽ റേറ്റ് തീരുമാനിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റേറ്റ് തീരുമാനിച്ചതിൻ്റെ അർത്ഥം ഇപ്പോൾ വിൽക്കാനാണ് എന്നുള്ളതല്ല, വിൽക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കുന്നത് UDFൻ്റെ മദ്യനയം ചർച്ച ചെയ്യുമ്പോഴാണ്, അത് പ്രഖ്യാപിക്കുമ്പോഴാണ്. അപ്പോൾ അതിന് കാലേ കൂട്ടിയുള്ള അഴിമതി ആരോപണം എന്ന് പറഞ്ഞാൽ തിരിച്ച് കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിൻ്റെ ഒരു സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വാട്ട് അബൌട്ട് ഞാൻ ചോദിക്കുന്നില്ല. അത് രേണുകയോട് ചോദിക്കുന്നില്ല, നിരീക്ഷകരോട് ചോദിക്കുന്നില്ല, മറ്റു പൊതുസമൂഹത്തോട് ചോദിക്കുന്നില്ല. പക്ഷേ CPM അഴിമതി ആരോപണം ഉന്നയിച്ചാൽ ചോദിക്കാൻ 10-20 ചോദ്യങ്ങൾ വേറെ ഉണ്ടാവും. അപ്പോൾ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ അതിനുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതാണ്. സംശയങ്ങളുടെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. കാരണം UDFന്റെ മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല, അല്ല. ശ്രീ ജിൻഡോ ജോൺ, ഇന്ന് VM സുധീരൻ വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇത് ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിട്ടുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ലീഗിന് ആശങ്കയുണ്ട്. സാദിഖ് അലി തങ്ങളുടെ ലേഖനം താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അവർക്ക് ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിക്കണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് മറ്റാരുടെയും ആശങ്കയല്ല, നിങ്ങൾക്കൊപ്പമുള്ളവരുടെ തന്നെ ആശങ്കയാണ്.
അല്ല രേണുക, അതാണ് ജനാധിപത്യത്തിന്റെ ഒരു നല്ല മാതൃകയാണ് UDF എന്ന് പറഞ്ഞത്. ഇവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനും അത് തുറന്നു പറയാനും അത് പരസ്യമായി പറയാനുമുള്ള സാധ്യതകളും അവസരങ്ങളും അവകാശങ്ങളുമുള്ള ഒരു സംവിധാനമാണ് UDF. അതുകൊണ്ട് തന്നെ സാദിഖ് അലി തങ്ങളുടെ നിലപാടുകളായിക്കോട്ടെ, VM സുധീറിന്റെ നിലപാടായിക്കോട്ടെ, മറ്റേതൊരു നേതാവിന്റെ UDF നേതാവിന്റെ നിലപാടായിക്കോട്ടെ, ഇനി സഭാ മേലധ്യക്ഷന്മാരുടെയോ സാമുദായിക നേതാക്കന്മാരുടെയോ സാധാരണക്കാരായിട്ടുള്ള പൗരരുടെയോ ഒക്കെ നിലപാടുകൾ നമ്മൾ അതെല്ലാം കേൾക്കും. അതെല്ലാം കേട്ടിട്ടായിരിക്കും UDFന്റെ മദ്യനയം പ്രഖ്യാപിക്കുക. സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ സാമൂഹിക സമാധാനത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു നയമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനു മുമ്പുള്ള ചർച്ചകളിൽ അഴിമതി ആരോപണം ഉന്നയിക്കുമ്പോൾ മാത്രമാണ് തിരിച്ചു ചോദ്യം എനിക്കുള്ളത്. അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞ നിരീക്ഷണത്തോട് യോജിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ഇത് ധനകാര്യ വകുപ്പിന്റെ നികുതി വകുപ്പിന്റെ ശുപാർശ ബജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതിനപ്പുറം ഇത്തരത്തിൽ മദ്യം വിൽക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. ശരി, തീരുമാനമെടുത്തിട്ടില്ല എന്നതാണ്. അത് ഒരു U-ടേൺ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ അക്കാര്യങ്ങളിൽ പരിശോധനയുണ്ടാകും എന്നത് സൂചിപ്പിച്ചിരുന്നതാണ്. പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകും എന്നത് സൂചിപ്പിച്ചിരുന്നതാണ്. അപ്പോൾ അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സംശയം ഉയരുന്നു. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ സർക്കാർ വലിയ ഭൂരിപക്ഷം ആയി നിൽക്കുമ്പോൾ, മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ നടക്കുമ്പോൾ വലിയ പിന്തുണ അതിനുവേണ്ടി നൽകിയിരുന്ന വ്യക്തിയാണ് താങ്കൾ. നോക്കൂ, ഒരു മാസം പിന്നിടുമ്പോൾ എത്രയെത്ര വിവാദങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ PM ശ്രീ കണ്ടു. അത് അണയും മുമ്പ് തന്നെ മദ്യ നികുതിയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയരുകയാണ്. അതിൽ അഴിമതി ആരോപണം സഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നു എന്നൊരു സാഹചര്യമുണ്ട്. പ്രതിക്കൂട്ടിലാകുന്നത് മുഖ്യമന്ത്രി മാത്രമാണോ? ഇത് ഒറ്റക്കെടുത്ത തീരുമാനമാണ്, മന്ത്രി അറിഞ്ഞിട്ടില്ല, മറ്റാരും അറിഞ്ഞിട്ടില്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിക്കൂട്ടിൽ VD സതീശൻ മാത്രമാണോ? രേണു, ഇതിനകത്ത് ഇതിന്റെ മോഡസ് ഓപ്പറാണ്ടിയിൽ ഒരു പ്രശ്നം വന്നു എന്നുള്ളത് വേണമെങ്കിൽ അംഗീകരിക്കാം. അതായത് മുഖ്യമന്ത്രി ബജറ്റില് ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് പ്രഖ്യാപിക്കുന്നു. അത് ധനകാര്യമന്ത്രി മാത്രം, ഈ ബജറ്റ് രഹസ്യമാണെങ്കിൽ ധനകാര്യമന്ത്രി അല്ലാതെ മറ്റാരുമായിട്ട് അത് ഡിസ്കസ് ചെയ്താൽ അത് ബജറ്റ് രഹസ്യം ചോർത്തി കൊടുത്തു എന്നുള്ളൊരു ആരോപണം വരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വേണമെങ്കിൽ ഈ മദ്യനയത്തിനോടൊപ്പം അല്ലെങ്കിൽ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത ശേഷം വേണമെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, ഇത് 2022 നേരത്തെ, വളരെ നേരത്തെ തന്നെ വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കാൻ ഇടതുപക്ഷം തീരുമാനമെടുത്തിരുന്നു. ഉദയഭാനു കമ്മീഷൻ ആ റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരം വീര്യം കുറഞ്ഞ മദ്യം ഉത്പാദിപ്പിക്കണം എന്നൊരു തീരുമാനം, അത് ആ ഒരു ശുപാർശ ഗവൺമെന്റ് അംഗീകരിക്കുകയും അങ്ങനെ ആ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷെ ഒരേ ഒരു കാര്യം മാത്രമേ അവർ ചെയ്യാതിരുന്നുള്ളൂ. ആ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അതിന്റെ ടാക്സ് സ്ലാബ് നിശ്ചയിച്ചിരുന്നില്ല. ഇപ്പോ അഡീഷണൽ ആയിട്ട് VD സതീശൻ ചെയ്തു എന്ന് പറയുന്ന തെറ്റ് അല്ലെങ്കിൽ കുറ്റം ഇതിന്റെ ടാക്സ് സ്ലാബ് നിശ്ചയിച്ചു എന്നുള്ളതാണ്. അതായത് നയം LDFന്റേതും ആ നയം നടപ്പാക്കുന്നതിന്റെ ഒരു പ്രധാന ഘട്ടമായിട്ടുള്ള നികുതി സ്ലാബ് VD സതീശന്റേതുമായിട്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ നയം മാറ്റിയപ്പോൾ, അതായത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നു, ധാന്യങ്ങൾ ഒഴികെയുള്ള മറ്റ് പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണം, അത് സംസ്ഥാനത്തിന് ആവശ്യമാണ്, സംസ്ഥാനത്തെ കർഷകരെ സഹായിക്കാനാണ്, അതുപോലെ ഈ പറഞ്ഞ കശുമാങ്ങ അതുപോലുള്ള മറ്റു സാധനങ്ങളിൽ നിന്നൊക്കെ ഇത് ഉൽപ്പാദിപ്പിക്കാമെന്നുള്ള തത്വത്തിൽ ഈ തീരുമാനം എടുത്തത് ഇടതുപക്ഷം തന്നെയാണ്. പക്ഷെ ഈ ഇടതുപക്ഷം എടുത്ത ആ ഒരു തീരുമാനത്തിൽ അവർ 2-3 വർഷമായിട്ട് ഇതിന്റെ ടാക്സ് സ്ലാബ് നിശ്ചയിക്കാതെ ഇതിന്റെ ഉൽപാദനം തുടങ്ങാനോ അല്ലെങ്കിൽ അത് വിറ്റഴിക്കാനോ അല്ലെങ്കിൽ ഒന്നും നടപ്പാക്കിയില്ല. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുമ്പോൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാകാം. ഏതായാലും ഇവിടെ VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവരെടുത്ത തീരുമാനമല്ലേ, ആ തീരുമാനത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടപ്പാക്കണമെങ്കിൽ ടാക്സ് സ്ലാബ് നിശ്ചയിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാകും ഒരുപക്ഷെ ഇത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ശ്രീ ജോർജ് പൊടിപ്പാറ, ഒന്ന് ഞാൻ ഇടപെടുന്നതിൽ താങ്കൾ ക്ഷമിക്കുക. ഒന്ന്, മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്ന കാര്യമല്ല, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പെടുന്ന കാര്യമല്ല. മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം ഇതിന്റെ ഫയൽ നീക്കം എത്രയാണ് വേഗത്തിലാണ് നടന്നത് എന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 18-ന് അധികാരമേൽക്കുന്നു, അടുത്ത 2 ദിവസത്തിനകം തന്നെ ഇതിന്റെ ഫയൽ നീക്കം തുടങ്ങുകയാണ്. പിന്നീട് അങ്ങോട്ട് ശരവേഗത്തിലാണ് ഫയൽ നീങ്ങിയത്. അപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നുമല്ല ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞ് നടപ്പിലാക്കാൻ. മാത്രവുമല്ല,
താങ്കൾ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി പദത്തിൽ എത്താൻ ആഗ്രഹിച്ച VD സതീശൻ ഈ നീക്കം, ഈ നടപടി ഇടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി നടത്താനുള്ള ആസൂത്രണവുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നടപടിയുമായി സർക്കാർ പോകുന്നു. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികളിൽ എത്തിക്കാനുള്ള അഴിമതിയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. അഴിമതി എന്ന വാക്കുപയോഗിച്ചത് VD സതീശൻ തന്നെയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴാണ് ഇന്ദിരാ ഗ്യാരണ്ടി നടത്തുന്ന പ്രാധാന്യത്തിൽ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. രേണു എന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിച്ച ഒരാളാണ്. മുഖ്യമന്ത്രി ആകണമെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സത്യമാണത്. അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ പേരിലും അദ്ദേഹത്തിന്റെ ഞാനൊന്ന് പറഞ്ഞോട്ടെ രേണു ഒരുപാട് നീണ്ടൊരു ചോദ്യമല്ലേ എന്റെ മുന്നിലേക്ക് വെച്ചത്. രേണു ഇതിനകത്ത് രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പൊ രേണു, അതായത് PM ശ്രീ പദ്ധതി, അതുപോലെ തന്നെ ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം, ഈ രണ്ട് വിഷയത്തിലും ആദ്യ ചുവടുകൾ എടുത്തതും PM ശ്രീയിലാണെങ്കിൽ ഒപ്പുവെച്ചത് ഇടതുപക്ഷം, എന്നിട്ട് അത്യാവശ്യം 98 കോടിയോ മറ്റോ കിട്ടുകയും ചെയ്തു. അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഈ വിഷയത്തിൽ അദ്ദേഹം ടാക്സ് സ്ലാബ് നിശ്ചയിച്ചു, പക്ഷെ പദ്ധതി നടപ്പാക്കിയിട്ടില്ല. ഇപ്പൊ ഇടതുപക്ഷം പറയുന്ന പോയിന്റിലാണെങ്കിൽ ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു, പക്ഷെ ഞങ്ങളത് പിന്നീട് വേണ്ടാന്ന് വെച്ചു, ഞങ്ങളത് നടപ്പാക്കുന്നില്ല, അത് മരവിപ്പിക്കാൻ തൽക്കാലത്തേക്ക് അതിന്റെ എന്താ പറയാ പുരോഗതി വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ ടാക്സ് സ്ലാബ് നിശ്ചയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. UDFന്റെ മദ്യനയം വരുമ്പോൾ വേണമെങ്കിൽ പൊതുവായിട്ടുള്ള UDFനെ സ്നേഹിക്കുന്ന, UDFനെ വിശ്വസിക്കുന്ന, UDFിലെ വലിയ പ്രതീക്ഷ വെക്കുന്ന ജനവിഭാഗങ്ങൾക്കെല്ലാം ഈ കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് പരിഗണിച്ചുകൊണ്ട് ഈ കാര്യം പ്രസ് ചെയ്യുന്നില്ല, ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇവിടെ ആകാശം ഇടിഞ്ഞു വീണിട്ടില്ല, വീര്യം കുറഞ്ഞ മദ്യം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല, പുതിയ ചെറുപ്പക്കാർ ജെൻസി ഒന്നും അത് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല, അഡിക്റ്റ് ആകാനുള്ള സമയമായിട്ടില്ല. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ രേണു, അതെന്താണെന്ന് വെച്ചാൽ ഒരു വിഭാഗം, അതായത് നിങ്ങൾ ഈ രണ്ട് വിഷയങ്ങൾ കാണുമ്പോൾ അധികാരത്തിൽ ഏറ്റവും നിമിഷങ്ങൾക്കകം ഈ ഇടതുമുന്നണി എത്രയോ കാലം തിരിഞ്ഞു നോക്കാതിരുന്ന ആശാവർക്കർമാരുടെ, അതുപോലെ തന്നെ പാചക തൊഴിലാളികളുടെ, അംഗൻവാടി ജീവനക്കാരുടെ അടക്കം അവരെ എല്ലാം പരിഗണിച്ച് 3000 രൂപ ആശാവർക്കർമാർക്കും അല്ലാത്തവർക്കെല്ലാം 1000 രൂപയും ഈ പ്രഥമ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചത് ആ സമയത്ത് ഇത്ര ആവേശം കണ്ടില്ല. അതുപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതായിരുന്നു ബക്കാദിയുടെ അപേക്ഷയും എന്നതാണ് എന്റെ സംശയം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ അതുപോലെ തന്നെ KSRTCയിലെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിലും നടപ്പാക്കി. അതുപോലെ മറ്റു തീരുമാനങ്ങൾ VD സതീശൻ ഒരു കാര്യം വളരെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ കാര്യത്തിൽ അദ്ദേഹം ചെയ്തത് ആ മോഡസ് ഓപ്പറാൻഡിയെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത്തരം തിടുക്കം വേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ പദ്ധതികൾ ഇഴയുകയാണ്. അതായത് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് പദ്ധതി 1000 കോടിക്ക് അടങ്കൽ തുക വകയിരുത്തി പദ്ധതി 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ നിശ്ചയിക്കുന്നു. പലപ്പോഴും അത് തീരുന്നത് 5 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടുമാണ്. അപ്പൊ 1000 കോടിയിൽ നിന്ന് 10000 കോടിയിലേക്ക് കാര്യങ്ങൾ ആ ചെലവ് വർദ്ധിക്കുന്നു. അപ്പൊ ഈ സർക്കാർ ഒരു തീരുമാനം എടുത്താൽ അത് എത്ര വേഗത്തിൽ നടപ്പാക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിന്റെ ചെലവും അതിന്റെ വിജയവും. അപ്പൊ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ഉണ്ടെങ്കിൽ, സർക്കാരിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കുക, അതിന്റെ പരമാവധി പ്രയോജനം പരമാവധി കുറഞ്ഞ ചെലവിൽ നാടിനുണ്ടാക്കുക, അതുപോലെ ഈ ബഡ്ജറ്റിനുണ്ടാക്കുക എന്നുള്ളത് ഒരു തെറ്റൊന്നുമല്ല. പക്ഷെ ഇതിപ്പോ വളരെ ശരവേഗത്തിൽ തീരുമാനം എടുത്തു. ഇതിൽ അടയിരിക്കണോ? ഒരു തീരുമാനം എടുക്കാനാണെങ്കിൽ തീരുമാനം നേരത്തെ എടുക്കണം. ആ തെറ്റാണെങ്കിൽ ബഹുഭൂരിപക്ഷ ആളുകളും അതിനെതിരാണ്, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് അധികാരത്തിലേറ്റിയ ജനവിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ യോജിക്കുന്നില്ല, അതിൽ വലിയ കലഹം ഉണ്ടാകുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ശരി, അത് പിൻവലിക്കുന്നതിലും വലിയ തെറ്റില്ല. ഒരു കാര്യത്തിൽ എന്താ പറയാ പിടിവാശി പിടിക്കുന്നിടത്താണ് പ്രശ്നം. ചില തീരുമാനങ്ങൾ തിരിച്ചടിച്ചേക്കാം. അങ്ങനെ ഒരുപക്ഷെ ഇത് UDFനെ സ്നേഹിക്കുന്ന വിഭാഗങ്ങൾക്ക് അല്പം നിരാശ പകരുന്നതാണെങ്കിൽ ആ വികാരം ഉൾക്കൊണ്ട് ആ പദ്ധതി വേണ്ടെന്ന് വെക്കാനുള്ള ഔചിത്യം സർക്കാർ പ്രകടിപ്പിച്ചാൽ അതൊരു കീഴടങ്ങലാണ്, യൂട്ടേണാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിലെ തന്നെ ഉടുമ്പൊടിക്കുന്ന പോലെ പിടിച്ചിരിക്കണം. അതല്ലല്ലോ എന്റെ ശരി. തെറ്റാണ് അല്ലെങ്കിൽ അത് വീഴ്ചയാണെന്ന് പാടില്ലായിരുന്നു. UDFനെ സ്നേഹിക്കുന്ന, പ്രതീക്ഷിച്ച വലിയ പ്രതീക്ഷകളെ അധികാരത്തിലെത്തിയ ജനങ്ങളുടെ ഇംഗിതത്തിനും അവരുടെ അഭിലാഷങ്ങൾക്കും വിരുദ്ധമാണ്, അവരുടെ സങ്കല്പത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് ഇതെന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് നടപ്പാക്കിയിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? നടപ്പാക്കിയിട്ടില്ലല്ലോ, തിരുത്താമല്ലോ എന്നതാണ് പറയുന്നത്. പക്ഷേ നിലപാടുകളുടെ രാജകുമാരനായി അറിയപ്പെട്ടിരുന്ന VD സതീശൻ, അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറുകയാണോ? തിരുത്തുകൾ
തുടരെ തിരുത്തുകൾ വേണ്ടി വരുമ്പോൾ എവിടെയാണ് പിഴയ്ക്കുന്നത് എന്നൊരു ചോദ്യം വളരെ പ്രധാനമാണല്ലോ. അല്ലെങ്കിൽ ആവർത്തിച്ചുണ്ടാകുന്ന ഈ തെറ്റ് ആരുടെ കഴിവുകേടാണ് എന്നൊരു ചോദ്യവും ഉണ്ടാകും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഡി സുരേഷ് കുമാർ. ഭാഷയില് ഈ ക്രിസ്ത്യൻ ഭാഷയില് പാപദോഷം ചാവദോഷം ഉണ്ട്, ലഘുപാപങ്ങളും ഗുരുതര പാപങ്ങളും ഉണ്ട്. ഇതിപ്പോ സംഭവിച്ചിരിക്കുന്ന ഒരു നാടിനെ മുഴുവൻ ഒറ്റിക്കൊടുക്കുന്ന മഹാപാപവുമല്ല, മറൊരു ലഘുപാപമാണ്. ആ പാപം തിരുത്താൻ വേണമെങ്കിൽ പാപം തിരുത്തുമോ എന്നതാണ്. പക്ഷേ ഇന്ന് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ സഭയിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി, എക്സൈസ് മന്ത്രി ഉണ്ടായിരുന്നു, ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അതാ സഭയ്ക്കകത്തും പുറത്തും ആരോപണം ഉന്നയിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ തിരുത്തലിനുള്ള മുറവിളി ഉണ്ടാകുന്നു, മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ എതിരഭിപ്രായം ഉണ്ടാകുന്നു. പക്ഷെ ഒരു മറുപടിയും വിശദീകരണവും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ വലിയ അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുകയാണ്. നിങ്ങൾ നടത്താൻ നിശ്ചയിച്ച കൊണ്ടുവന്ന ഇതിൻ്റെ യഥാർത്ഥ മാതാവോ പിതാവോ ആരാണ് ഈ പദ്ധതിയുടേതെന്ന് ചോദിച്ചാൽ അത് CPM ആണ്, LDF സർക്കാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു കാര്യം UDF സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? രേണുക, എനിക്ക് അല്പം വിശദമായി തന്നെ മറുപടി പറയാനുള്ള സമയം അനുവദിക്കണം. ഒന്ന്, നിങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന് പൂർത്തിയായി അങ്ങനെ പറയാൻ വേണ്ടി രേണുക തയ്യാറാകരുത്. കാരണം ഞങ്ങൾ നടപ്പിലാക്കാൻ കൊണ്ടുവന്ന പദ്ധതി ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബെക്കാഡി കമ്പനിക്ക് കേരളത്തിന്റെ യുവതയെ തീറെഴുതി കൊടുക്കുന്ന ഒരു പദ്ധതിയല്ല ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അത് വളരെ സവിസ്തരമായി കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി, അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ MB രാജേഷ്, ഇന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തടക്കം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ആവർത്തിച്ച് ചർച്ചയ്ക്ക് എരിവും പുളവും പകരുന്നതിന് വേണ്ടി അങ്ങനെ ഇത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി ശരിയല്ല. ഇവിടെ വാഴ്ത്തുപാട്ടുകാരുടെ വലിയ ഗാനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നുകയാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ സാറിന്റെ ഒക്കെ സർക്കാർ യൂട്ടേൺ അടിച്ചോട്ടെ, സർക്കാർ യൂട്ടേൺ അടിക്കാനൊക്കെയുള്ള അവകാശം സർക്കാരിനുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ള നിലപാടുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് ഞങ്ങൾ പരക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ ഇങ്ങനെ യൂട്ടേൺ അടിച്ച് കിടന്ന് മെഴുകുന്നത് കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുകയാണ് കേരളത്തിന് എന്നുള്ളത് ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ മദ്യനയത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, കേരളത്തിന്റെ ടാക്സ് കേരളത്തിന് കിട്ടേണ്ടുന്ന സമ്പത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, ജനങ്ങളെയും അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെയും വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പിണറായിയുടെ നയം നടപ്പിലാക്കാനുള്ള ശ്രമം മാത്രമാണ് ശ്രീ VD സതീശൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ശ്രീ ജോർജ് പൊടിപ്പാറ സാർ പറഞ്ഞത്. ആ നയം നടപ്പിലാക്കാനാണോ നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ നയം ശരിയായിരുന്നു എന്നാണ് പറയണ്ടേ. അതായിരുന്നു ശരി എന്ന് നിങ്ങൾ ഇന്നെങ്കിലും പറയണ്ടേ, പറഞ്ഞ് ജനങ്ങളോട് മാപ്പ് കേൾക്കട്ടെ. പിണറായി മുന്നോട്ട് വെച്ച, ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നയങ്ങൾ കേരളത്തിൽ ശരിയായിരുന്നു എന്ന് നിങ്ങൾ ഈ പ്രേക്ഷക സമൂഹത്തോടെങ്കിലും, ന്യൂസ് 80യുടെ പ്രേക്ഷക സമൂഹത്തോടെങ്കിലും മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് കേരളത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് വസ്തുനിഷ്ഠമായ മറുപടി പറയാൻ ഒരു കോൺഗ്രസിന്റെ നേതാവും തയ്യാറായിട്ടില്ല. അതിനകത്ത് എന്താ പ്രശ്നം? 50% ടാക്സ് കുറച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഏകദേശ കണക്കെന്ന് പറയുന്നത് 600-800 കോടി രൂപയുടെ കച്ചവട ടാക്സ് ഈ ബെക്കാഡി കമ്പനി ഇങ്ങനെ കച്ചവടം നമ്മൾ അടക്കേണ്ടി വരും. ആ ടാക്സ് 50% കുറയ്ക്കുമ്പോൾ ഏകദേശം 300-400 കോടിക്കിടയിലുള്ള തുക കേരളത്തിന്റെ ടാക്സ് റവന്യൂവിനും, അതെ, 300 കോടിയോളം രൂപയുടെ കുറവ് പ്രാഥമിക കണക്കെടുപ്പിൽ തന്നെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇത് ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്നതിനെ സംബന്ധിച്ചുള്ള സംശയം ചോദിക്കുമ്പോൾ, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറയുന്ന ഈ ജിൻഡോ ജോണിനെ പോലുള്ള ആളുകളുടെ മറുപടി ഉണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കണം. എന്നിട്ട് അന്ന് ഞങ്ങൾക്ക് 36 ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബാറിന്റെ കഥയൊക്കെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നേ. എന്തുകൊണ്ടാണ് നിങ്ങൾ ബാർ ലൈസൻസ് പുതുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് ഒരു നയം സ്വീകരിച്ചത്? അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിലുള്ള കൈക്കൂലി പണത്തെ ചൊല്ലിയുള്ള കടിപിടി കൂടുതലായിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് കേരളത്തിൽ ബാറുകൾക്ക് താൽക്കാലികമായി ഷട്ടർ വീണത്. അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പിന്നീട് വന്ന സർക്കാർ ആ താൽക്കാലികമായി അടച്ചിട്ട ബാറുകൾ തുറന്നു കൊടുത്തു എന്നുള്ളത് ശരിയാണ്. മുക്കിനും മൂലയിലും ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ച് കേരളത്തിൽ മദ്യം ഒഴുക്കിയതിന്റെ ഉത്തരവാദിത്വം
നിങ്ങൾ കാണുന്നേ. അത് ചാരായം നിരോധിച്ചത് ലഗാനുമില്ലാതെ, മുൻകരുതലില്ലാതെ ചാരായം നിരോധിച്ചത് മുതൽ ഇവിടെ സിന്തറ്റിക് ലഹരി അടക്കം ഒഴുകുന്ന നിലയിലേക്ക് കേരളത്തെ ഈ പറയുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഉൾപാർട്ടി കലാപങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആ പങ്ക് മറച്ചു വെച്ചുകൊണ്ട് ജിൻഡോ ജോണിനെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ നയമാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ സന്തതിയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ ഉൽപ്പന്നമാണെന്ന് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് ജനങ്ങൾക്കിടയിൽ ഇനി വിലപ്പോവില്ല. കാരണം എന്താ അറിയാമോ? ആ നയം തെറ്റാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി 1000 തവണ പറഞ്ഞവരാണ് നിങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ. നിങ്ങൾ മാധ്യമങ്ങൾക്കകത്ത് വന്ന്, ഇതുപോലെ വാർത്താ ചാനലുകൾക്കകത്ത് വന്ന്, ചർച്ചകൾക്കകത്ത് നിങ്ങൾ 1000 തവണ ഞങ്ങളെ വിമർശിച്ചവരാണ്. എന്നിട്ട് നിങ്ങൾ പിണറായിയുടെ നയത്തെ, ഇടതുപക്ഷത്തിന്റെ നയത്തെ വെള്ളിത്തളികയിൽ താളത്തിലെടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പേ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ല, ലജ്ജ തോന്നുന്നില്ല ഇതിനെ ന്യായീകരിക്കാൻ. എന്നിട്ട് പരസ്യമായി ഇതിനെ തെറ്റെന്ന് പറയുക, ഇപ്പുറത്ത് വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കുക. ഈ ഇരട്ടത്താപ്പെങ്കിലും കോൺഗ്രസിന്റെ പ്രതിനിധി അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ, അതുപോലെ തന്നെ ഹോർട്ടി വൈൻ, ഹോർട്ടി ലിക്കർ, ഈ രൂപത്തിൽ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ കർഷകരെ അടക്കം സഹായിക്കുന്നതിന് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഒരു ഡിസ്കഷൻ നടന്നു. എവിടെയെങ്കിലും ഒരു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുണ്ടോ? 2013 ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അധികാരം ഏറ്റെടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പേ ജഡ്ജിന്റെ വേഗത്തിൽ ആ ഫയൽ പുട്ടപ്പ് ചെയ്ത് തീരുമാനമാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ ഇതറിയണം. തീരുമാനമാക്കിയതിനു ശേഷം വന്നു കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി ഉരുണ്ട് കളിക്കട്ടെ, കുഴപ്പമില്ല. അങ്ങേപോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിൽ തരം താഴാൻ പാടുണ്ടോ? ഇത് പിണറായി കൊണ്ടുവന്ന നയമാണ്, അതാണ് ഏറ്റെടുക്കുന്നത്, ശ്രീ വി ഡി സതീശൻ ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ പിണറായിയോട് മാപ്പ് പറയണമെന്നേ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ? അതല്ലൊരു സാമാന്യ മര്യാദ. അത് ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ഏറ്റവും ഉയർന്ന കച്ചവട നിരക്ക് ഉണ്ടായിട്ടുള്ളത് UDF-ന്റെ കാലത്താണ്. അവിടെ ബാർ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള പ്രശ്നം. ബാർ പൂട്ടപ്പെട്ടത് നിങ്ങളുടെ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിരുന്ന ഈ പണത്തെ ചൊല്ലിയുള്ള, കൈക്കൂലി പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മറച്ചു വെച്ചിട്ട് ഞങ്ങളുടെ കാലത്ത് ഇത്ര ബാറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നിങ്ങളുടെ കാലത്താണ് ഇത്രയും ബാറ് കൂടിയത്. സുധീരൻ അന്ന് പറഞ്ഞ അതേ നിലപാടുകൾ അദ്ദേഹം ഇന്നും ആവർത്തിക്കുന്നതാണ് കണ്ടത്. അത് കൈക്കൂലിക്ക് വേണ്ടിയുള്ള തർക്കമായിരുന്നു, എനിക്കറിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുകയാണ്, ഇത് മാത്രമല്ല, കരിമണലിൽ വലിയ ചതി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അദ്ദേഹം പുതിയൊരു അറിവ് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും നൽകുകയാണ്. ഇങ്ങനെ കൈവെക്കുന്നിടത്തെല്ലാം അഴിമതി കാണിച്ച് ഈ രാത്രി കക്കാൻ കയറുന്ന കള്ളന്റെ ആ രീതിയിലാണ് ഈ ഖജനാവിൽ കട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കോൺഗ്രസ് നടത്തുന്നത്. ജാഗ്രതയോടുകൂടി കേരളം ഉണർന്നിരിക്കേണ്ടുന്ന കാലമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള കാലഘട്ടമാണ്. ശരി, എന്തായാലും പ്രതിപക്ഷം ഉണർന്നിരിക്കേണ്ടുന്ന കാലം എന്നതാണ് പറയുന്നത്. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോ ബക്കാർഡിക്ക് വേണ്ടി ഒരു അമിത വേഗം ഈ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം. അതിൽ കൂടിയാലോചനകൾ ഉണ്ടായില്ല, ഘടകകക്ഷികളുടെയോ പാർട്ടിയുടെയോ തീരുമാനം പരിഗണിക്കപ്പെട്ടില്ല, ഏകപക്ഷീയമായി മുഖ്യമന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നു എന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്, ഈ സാഹചര്യത്തെ? രേണുക, ഏകപക്ഷീയമായി ചില തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ എടുക്കുന്നു എന്ന ആരോപണം ഒരു പരിധിവരെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മദ്യത്തിൻ്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട്, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട വിവാദം അരങ്ങേറുന്നത്. അതേപോലെ തന്നെ മറ്റ് നിരവധി കേസുകൾ കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ നിരവധി തവണ തൻ്റെ സഹപ്രവർത്തകർ, മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ, അത് എക്സൈസ് മന്ത്രി ശ്രീ ലിജു ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ശ്രീ കെ മുരളീധരൻ ആയിക്കൊള്ളട്ടെ, അവരുടെയൊക്കെ അറിവോ സമ്മതമോ അല്ലെങ്കിൽ പരിഗണനയോ ഇല്ലാതെ ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി മുഖ്യമന്ത്രി കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിക്ക് അതിനുള്ള പ്രോഗറ്റീവ് ഉണ്ട്, അദ്ദേഹം അച്ചുതണ്ട് ശക്തി തന്നെയാണ്. ഒരു ക്യാബിനറ്റ് സിസ്റ്റം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു പ്രതികരണം കൂടിയാണ്. പക്ഷേ ക്യാബിനറ്റിൽ കൊണ്ടുവരാതെ, മന്ത്രിസഭാ അംഗങ്ങളുമായി ചർച്ച ചെയ്യാതെ, സ്വന്തം പാർട്ടിയിൽ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികളുമായി സംസാരിക്കാതെ, UDF എന്ന മുന്നണി യോഗം കൂടുന്നതിന് മുൻപ് തന്നെ നിർണായകമായ ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തെ
അത് പേഴ്സണൽ പ്രൊറോഗറ്റീവാണ്, മുഖ്യമന്ത്രിയുടെ പ്രൊറോഗറ്റീവാണ്, അല്ലെങ്കിൽ ധനകാര്യമന്ത്രിയുടെ പ്രൊറോഗറ്റീവാണ് എന്ന് പറയുന്നതിൽ ഒരു ലളിതയുക്തിയുണ്ട്. അതുകൊണ്ട് ഇത് മുൻ ഗവൺമെൻറ്റിൻ്റെ, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ അല്ലെങ്കിൽ ആ തീരുമാനങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തുന്നതിൻ്റെ ഭാഗമായി അവരുടെ കാലത്തെ നികുതി നിർദ്ദേശിക്കാതെ പോയത് ഒരു ലാക്യുണ, ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു കുറവ് കണ്ടുകൊണ്ട് തങ്ങളിതാ അത് തിരുത്തുന്നു, തങ്ങളിതാ ആ വിഭാഗത്തിനും കൂടി നികുതി നിശ്ചയിച്ച് കൊണ്ടുവരുന്നു. ഇത് കേവലം ലളിതയുക്തി മാത്രമാണ്. ഇവിടെ വസ്തുതകളെ രേണുക, വസ്തുതകളാണ്. വൈകാരികമായി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും, പക്ഷേ വസ്തുതകളായി എടുക്കണം. ഇടതുപക്ഷം കൊണ്ടുവന്ന ആ ഒരു നയം എന്താണ്? വീര്യം കുറഞ്ഞ മദ്യം എന്നതുകൊണ്ട് ഇടതുപക്ഷം ഉദ്ദേശിച്ചത് സ്പിരിറ്റ് ബേസ്ഡ് അല്ല, അത് പഴങ്ങളിൽ നിന്നും പച്ചക്കറിയിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന കർഷകർക്ക് ഒരു പക്ഷേ ആ ഒരു രീതിയിലാണ് പുറത്ത് കേട്ടത്. അത് സ്പിരിറ്റ് അല്ല എന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അങ്ങനെയെങ്കിൽ അതിന് 75%. അപ്പോൾ അതിൻ്റെ തുടർച്ചയല്ല ഇപ്പോൾ വരുന്നത്, സ്പിരിറ്റ് ബേസ്ഡ് തന്നെയാണ്. 0.5% മുതൽ 10% വരെ ഉള്ള വീര്യമുള്ള മദ്യത്തിന് ഏതാണ്ട് 120%, 10% മുതൽ 20% ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതിന് 175%. അത് 251% നിന്നാണ് കുറച്ചു കൊണ്ടുവരുന്നത്. അതിനർത്ഥം എന്താണ്? വ്യക്തമായി ഇവിടെ ഒരു മദ്യനയം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദ്രുതഗതിയിൽ ധൃതി പിടിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു നികുതിയുടെ കാര്യത്തിൽ. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഒരു മദ്യനയം ഉണ്ടാവുക, ഉണ്ടായതിനു ശേഷം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നികുതി ഘടനകൾ നിശ്ചയിക്കുക. ഇതാണല്ലോ സ്വാഭാവികമായി ഉണ്ടാകേണ്ടത്. ഇവിടെ നയം ഉണ്ടാകുന്നതിന് മുൻപ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ അത് ഒരു വ്യക്തി തീരുമാനമെടുത്തു, ധനകാര്യമന്ത്രി തീരുമാനമെടുത്തു. തീരുമാനത്തോടൊപ്പം നിൽക്കാൻ മന്ത്രിസഭയിലെ ആളുകൾ പരസ്യമായി തയ്യാറാവുന്നില്ല. പാർട്ടിയിലെ പല ആളുകളും തീരുമാനത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നില്ല. അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും സ്വന്തം പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു തിരുത്തൽ ശക്തി. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. VM സുധീരനെ നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയാണ്? കരിമണൽ വിഷയത്തിലൊക്കെ 2003, 2004 കാലത്തൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഗവൺമെൻറ്റിൻ്റെ മേൽ ചെലുത്തിയിരുന്ന, ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ ചെലുത്തിയിരുന്ന ആളാണ് VM സുധീരൻ. അതേ ആർജവത്തിൽ അദ്ദേഹം കരിമണൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വേണ്ട ശ്രദ്ധ, ജാഗ്രത പാലിക്കണം എന്ന് കത്ത് കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക്. അദ്ദേഹം 3 കത്ത് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ TN പ്രതാപൻ, ഈ ഹരിത MLA എന്നുള്ള പേരിലായിരുന്നല്ലോ VD സതീശനും TN പ്രതാപനും, അതേപോലെ തന്നെ ബൽറാമും, ഇവരെല്ലാം തന്നെ ഷാഫി പറമ്പിൽ, ഇവരെല്ലാം 3-4 പേരാണ്, 5-6 പേരായിരുന്നു ഹരിത MLA മാർ. അതിലെ പ്രമുഖനായ വ്യക്തിയാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? എൻവയോൺമെൻറ്റിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? അദ്ദേഹം എക്കാലത്തും പറഞ്ഞിരുന്നു മദ്യ നിരോധനം അതിൻ്റെ കൂടെ ഭാഗമാണ്. ഹരിതമെന്ന് പറയാനാവില്ല എങ്കിൽ പോലും ഇങ്ങനെയുള്ള നിലപാടുകൾ, ആ നിലപാടുകളുടെ അംഗീകാരമാണ്. ഞാനും ചർച്ചകൾ ഉൾപ്പെടെയുള്ള നിലപാടെടുത്തത് എങ്ങനെയാണ്? VD സതീശൻ തീർച്ചയായും അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ മുഖ്യമുഖമാണ്. അദ്ദേഹത്തിന് കൂടി ലഭിച്ച മാൻഡേറ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്നതും ആയതും. അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ നിലപാട് എന്ന് പറയുമ്പോൾ ആ നിലപാട് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു നിലപാടും, മുഖ്യമന്ത്രി പദത്തിൽ വരുമ്പോൾ ഘടകവിരുദ്ധമായ മറ്റൊരു നിലപാടും എന്നതിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ എന്താണ്? അവിടെയാണ് പ്രതിപക്ഷം ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് VD സതീശൻ ഈ മാർച്ച് മാസം ചോദിച്ചൊരു ചോദ്യം നേരെ പ്ലേറ്റ് തിരിച്ച് ചോദിക്കുകയാണ്, എന്ത് കിട്ടി? അത് ബൊക്കാർഡി കമ്പനിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ പറയുകയാണ്, കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ലോബികൾ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ബേസ്ഡ് ആയിട്ടുള്ള ലോബികൾ, അത് ലിക്കർ ലോബികളാണ്, അവരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാനുള്ളത് പാർലമെന്റിലാണ്, അതായത് നിയമസഭയിലാണ്. ജനാധിപത്യത്തിന് ശ്രീകോവിലല്ലേ നിയമസഭയിൽ അതിനുള്ള ഉത്തരം പറയാൻ ഉള്ള അവസരം ഉണ്ടായിരിക്കെ സാങ്കേതികതയിൽ കടിച്ചു തൂങ്ങി അതിപ്പോൾ അത് ചോദ്യം ഉദിക്കുന്നില്ല, ഈ രൂപത്തിലല്ല, ഈ രീതിയിലല്ല പ്രമേയം വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെക്കുകയും നാളത്തേക്ക് വേണ്ടി ആ തീരുമാനം, ആ വിശദീകരിക്കാനുള്ള തീരുമാനം മാറ്റിവെക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്തോ ഒളിക്കേണ്ടതുണ്ട് എന്ന പ്രതീതി അവിടെ വരികയാണ്. എന്നാൽ കൃത്യമായ ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. തീർച്ചയായും അവിടെ ശ്രീ ജിൻഡോ ജോൺ നോക്കൂ, എന്തോ ഒളിക്കാനുണ്ട് എന്ന പ്രതീതി എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നു. 18-ന് സർക്കാർ അധികാരത്തിലെത്തുകയാണ്. 21-ന് ഈ ഫയലിന് ജീവൻ വെക്കുന്നു. 2022-23 മുതൽ നിശ്ചലമായിരുന്ന ഫയലാണ് ഈ വേഗത്തിൽ നീങ്ങുന്നതെന്ന് അറിയണം. 2.5 മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ ഫയൽ എത്തുകയാണ്. പിന്നീടുണ്ടായ വേഗത എങ്ങനെയാണ്, പ്രഖ്യാപനം ബജറ്റിൽ ഉൾപ്പെടെ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തിന് ഈ അതിവേഗം എന്ന ഒരു ചോദ്യമുണ്ട്. ഇത് മാനിഫെസ്റ്റോയിൽ നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്നത് ഏറ്റവും പ്രധാനത്തിൽ നടപ്പിലാക്കുന്നു. അതിന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് വലിയ സ്വീകാര്യത കിട്ടുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ മദ്യം സർവ്വവ്യാപകമായി കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് രണ്ടും വിരുദ്ധ തലങ്ങളിലുള്ളതാണ്. ഇന്ന് സാദിഖ് അലി തങ്ങളുടെ ആ
ലേഖനത്തിൽ അക്കാര്യം വളരെ വിശദമായി പറയുന്നുണ്ട്. സമസ്ത എതിരഭിപ്രായം ഇതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല മദ്യവിരുദ്ധ സമിതികളൊക്കെ ശക്തമായി രംഗത്ത് വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇതൊക്കെ വിശദീകരിക്കുക എന്നത് സാധ്യമാണോ? അങ്ങനെ വിശദീകരിച്ച് ഒരു യൂ ടേൺ അടിച്ച് വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന കാര്യങ്ങളാണോ ഈ ചുരുക്കം ദിവസങ്ങൾക്കുള്ളിൽ നടന്നിട്ടുള്ളത്? രേണുകയുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് CPM-ന്റെ പ്രതിനിധി ശ്രീ സുരേഷ് കുമാർ പറയുന്നത്, രേണുകയുടെ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് CPM-ന്റെ പ്രതിനിധി സുരേഷ് കുമാർ പറഞ്ഞു ജിൻഡോ ജോൺ വന്നിരുന്ന് ന്യായീകരിക്കുന്നു. അത് സുരേഷ് കുമാർ ഞാൻ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്, കേട്ടത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ന്യായീകരിക്കുകയല്ല ചെയ്ത്, ഞാൻ കൃത്യമായി പാർട്ടിയുടെ ഒഫീഷ്യൽ ഒപ്പീനിയൻ പറയുകയാണ് ചെയ്തത്, അഭിപ്രായം പറയുക ചെയ്തത്. ഇക്കാര്യത്തിൽ UDF-ന്റെയും കോൺഗ്രസിൻ്റെയും മദ്യനയം പ്രഖ്യാപിച്ചിട്ടില്ല. അതിൻ്റെ ചർച്ചകൾ നടക്കാൻ പോകുന്നു. നികുതി വകുപ്പിൻ്റെ ശുപാർശ ധനകാര്യ വകുപ്പ് അത് സാങ്ഷൻ ചെയ്ത് ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്നു. അതിനപ്പുറത്ത് ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അത് ചർച്ചകൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ യൂ ടേൺ അടിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നത്, ജനാധിപത്യത്തിൽ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് തോന്നിയാൽ അപ്പോൾ അത് തിരുത്തുന്നതാണ് ഏറ്റവും മഹനീയ മാതൃക എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ റോങ് ട്രാക്കിലൂടെ ദീർഘദൂരം ഓടി 10 വർഷക്കാലം സകലരെയും ആക്രമിച്ച് ഭരിച്ചിട്ട് അവസാനം ഈ കുപ്പിക്കകത്ത് ചെളിവെള്ളവും പൊക്കി പിടിച്ച് നിൽക്കേണ്ട ഗതികേട്ടിലെത്തുന്നതിലും എത്രയോ ഭേദമാണ് മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് പൊതുസമൂഹം സൂചിപ്പിക്കുമ്പോൾ അത് തിരുത്തുക എന്നുള്ളത്. അതിനെ യൂ ടേൺ എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ, ഞാനത് ജനാധിപത്യത്തിൽ ഒരു നല്ല മാതൃകയായിട്ടാണ് കാണുന്നത്. പിന്നെ താങ്കൾ പറഞ്ഞു മറ്റേ ടാക്സ് കുറയ്ക്കുന്നു, ടാക്സ് ഈ കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാകുന്നു. സുരേഷ് കുമാറെ, കഴിഞ്ഞ വർഷം കേരളത്തിലെ ബാറുകളിൽ നിന്ന് പിരിച്ചെടുക്കേണ്ട 100 കോടി രൂപയിലധികമാണ് പിരിച്ചെടുക്കാതെ പോയത്. കിട്ടേണ്ടിയിരുന്ന 100 കോടി രൂപയുടെ ടാക്സ് കളക്ഷൻ കുറഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾ ആരെ സഹായിക്കാനാണ്? പൊതുഖജനാവിൽ നഷ്ടം വരാനാണോ? കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിലെ ഒറ്റ ബാറുകളിലും പരിശോധന നടന്നിട്ടില്ല. 2017 ശേഷം ആകെ 119 ബാറുകളിൽ മാത്രമാണ് പരിശോധന നടന്നിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടാണെന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പൊതുഖജനാവിന് ടാക്സ് നഷ്ടം വരുത്തുന്ന പരിപാടിയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ ബാർ കോഴയുടെ കാര്യം താങ്കൾ പറഞ്ഞു. ബാർ കോഴയ്ക്ക് ഏറ്റവും കാരണക്കാരെന്ന് നിങ്ങൾ നിരന്തരം വിളിച്ച് ആക്ഷേപിച്ച കോഴമാണി എന്ന് ആക്ഷേപിച്ച മാണിയുടെ പാർട്ടിയെ നിങ്ങൾ കൊണ്ടുപോയി. നിങ്ങൾ ബാർ കോഴ എന്നൊരു ആരോപണം കഴിഞ്ഞ 10 വർഷക്കാലം പിന്നെ മിണ്ടിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ബാർ കോഴ വീണ്ടും പറയുന്നുണ്ടെങ്കിൽ അതിൽ KM മാണിയുടെ നിലപാട് എന്തായിരുന്നു ഒന്നുകൂടി പറയണം. പിന്നെ താങ്കൾ പറയുന്നു സിന്തറ്റിക് ലഹരി കേരളത്തിൽ ഒഴുകുകയാണത്രേ. ഈ സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം 2016 ശേഷം 2026 വരെയുള്ള 10 വർഷത്തിനിടയിൽ 300% വർദ്ധിച്ചപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. നിങ്ങൾ എവിടെയായിരുന്നു? പിന്നെ നിങ്ങൾ മദ്യത്തിന്റെ അളവ് കുറഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ദേശീയ ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം 2019-20 അത് 19.9 ആയിരുന്നെങ്കിൽ അത് കഴിഞ്ഞ വർഷം 22.7% വർദ്ധിച്ചു. അപ്പോൾ നിങ്ങൾ ബിവറേജിലൂടെ വിൽക്കുന്ന മദ്യത്തിന്റെ കേസിന്റെ എണ്ണം മാത്രം നോക്കിയാൽ പോരാ, ബാറിലൂടെ വിൽക്കുന്നതിന്റെ കൂടി എണ്ണം നോക്കണം. പിന്നെ താങ്കൾ പറഞ്ഞു ജാഗ്രതയോടെ ഉണർന്നിരുന്ന് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തേണ്ട കാലത്താണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണർന്നിരിക്കണം. നിങ്ങൾ മാത്രമല്ല, ഞങ്ങളും ഉണർന്നിരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലം ജാഗ്രതയോടെ ഉണർന്നിരുന്നെങ്കിൽ കേരളത്തിൽ അമ്പലക്കൊള്ള നടക്കില്ലായിരുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോകില്ലായിരുന്നു. അത് കട്ടതിന്റെ പേരിൽ CPM-ന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോ 10 കൊല്ലത്തിന് ശേഷം വന്ന ജാഗ്രതയുണ്ടല്ലോ, അതിന് ഞാൻ കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എല്ലാ കാലത്തും ജാഗ്രതയുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാർ ഭരണകർത്താക്കളായിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച വന്നാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള ആർജവം ഞങ്ങൾക്കുണ്ടെന്നേ. ഞങ്ങൾ അത് തിരുത്തും. ഞങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഞങ്ങൾ അത് തിരുത്തി മുന്നേറും. അതിന് നിങ്ങൾ യൂ ടേൺ എന്ന് വിളിക്കുകയോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. റോങ് ട്രാക്കിലൂടെ 10 കൊല്ലം ഈ ശകടം ഓടിക്കുന്നതിനേക്കാൾ ഒത്തിരി ഭേദമാണ്. പിന്നെ രേണുക, ഇത് ഒളിക്കാൻ ഒളിക്കാനൊന്നുമില്ല. പക്ഷേ നിയമസഭയിൽ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ നിയമസഭയുടെ ചട്ടങ്ങളും റൂളുകളും പ്രകാരം മാത്രമാണ് അടിയന്തര പ്രമേയമായിക്കോട്ടെ മറ്റേത് തരത്തിലുള്ള ചർച്ചയ്ക്കും വിഷയങ്ങൾ കൊണ്ടുവരേണ്ടത്. അത് നിയമസഭയുടെ ചട്ടങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അക്കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ഒരു വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പരിപാടിയില്ല. അദ്ദേഹം കൃത്യമായിട്ട് മറുപടി പറയും. അദ്ദേഹം മുൻകാലങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വിഷയങ്ങളെ അഡ്രസ് ചെയ്ത പോലെ ഈ വിഷയത്തിലും അദ്ദേഹം വിഷയങ്ങളെ അഡ്രസ് ചെയ്യും. അദ്ദേഹം മറുപടി പറയും. പക്ഷേ അതിന് നിയമാനുസൃതമായിട്ടുള്ള
കീഴ്വഴക്കങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ചില ചട്ടങ്ങളുണ്ട്, ചില രീതികളുണ്ട്. ആ രീതിക്ക് അനുസരിച്ച് തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപണങ്ങൾ ഉന്നയിക്കണം, ആക്ഷേപങ്ങൾ ഉന്നയിക്കണം. അല്ലാതെ പണ്ട് 150 കോടി രൂപ മീൻ വണ്ടിയിൽ കൊണ്ടുവന്നു എന്ന് വാടകയ്ക്ക് എടുത്ത് പറയിപ്പിച്ച പോലെ ആകാൻ പാടില്ല. കൃത്യമായ ബോധ്യത്തോടു കൂടി ആരോപണം ഉന്നയിക്കണം. ഇനി അഴിമതി ആരോപണമാണെങ്കിൽ എനിക്കും രേണുക കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതൊക്കെ നീട്ടി പറയുന്നില്ല. പക്ഷേ 200 മീറ്റർ ആയിരുന്നു വിദ്യാലയങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും ബാറുകളുടെ ദൂരപരിധി. അത് 50 മീറ്റർ ആയിട്ട് കുറച്ചു കൊടുത്തത് എത്ര രൂപ കിട്ടിയിട്ടാണ്? അത് പറയണ്ടേ? അതുപോലെ 2 വർഷമായിട്ട് ബാറുകളിൽ ഒന്നും സെർച്ച് നടത്താത്തരുത് എത്ര രൂപ കിട്ടിയിട്ടാണ്? എലപ്പുള്ളിയിലെ മദ്യ കമ്പനി ഒയാസിസിന് വേണ്ടിയിട്ട് PROയെ പോലെ അന്നത്തെ എക്സൈസ് മന്ത്രി MP രാജേഷ് പണിയെടുത്ത് നമ്മൾ ഓർക്കുന്നില്ലേ? മഴവെള്ള സംഭരണിയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുമെന്നുള്ള മാസ്മരിക വിദ്യയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അന്ന് ഇവർക്ക് എത്ര കിട്ടിയിട്ടായിരുന്നു? അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയതിനെ കുറിച്ച് ചോദിക്കാൻ CPM-നോടുണ്ട്. പക്ഷെ അത് പൊതുസമൂഹത്തോട് ചോദിക്കുന്നത് ഒരു നിലവാരമില്ലാത്ത കാര്യമായതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ, VD സതീശനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും തെളിവിന്റെ കണിക വേണം. സംശയത്തിന്റെ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആരോപണം ഉന്നയിക്കേണ്ടത്. 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പോലെ ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായ ബോധ്യത്തോടെ വേണം, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണം. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രീ ജിൻഡോ ജോൺ, ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ അദ്ദേഹത്തിന്റെ മാത്രം വാക്കുകൾ മതി. അന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചത്? ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തിൽ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല രേണുക, ഞാൻ പറയാം. ഇപ്പൊ MP രാജേഷ് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CPM-ന്റെ മന്ത്രിമാരായിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പല മദ്യ കമ്പനികളും ഞങ്ങളെ സമീപിച്ചിരുന്നു എന്ന്. കേരളത്തിലെ മന്ത്രിമാരെ ബജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് മദ്യ കമ്പനിയുടെ മുതലാളിമാർ സമീപിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മദ്യ കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും ധനകാര്യമന്ത്രിയെ ഏതെങ്കിലും മദ്യ കമ്പനികളുടെ ആളുകൾ സമീപിച്ചിട്ടുണ്ടെന്ന അറിവ് നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയും. ആര് സമീപിച്ചു, എപ്പോ സമീപിച്ചു, അതൊക്കെയല്ലേ പറയേണ്ടത്. ഈ നീക്കം എന്ന ആരോപണമാണ് ഇന്ന് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചിരിക്കുന്നത്. അതേ സമാനമായ ആരോപണം തന്നെയാണ് അന്നത്തെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലും ഇന്ന് ആവർത്തിച്ചിരിക്കുന്നത്. അവർ ആ അഴിമതി ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. VD സതീശൻ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മദ്യ കമ്പനികളുടെ പ്രതിനിധി VD സതീശൻ കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയെ വന്ന് കണ്ടുവന്ന്, മുഖ്യമന്ത്രിയെ വന്ന് കണ്ടുവന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ എക്സൈസ് മന്ത്രിയും ധനകാര്യമന്ത്രിയും ആയിരുന്ന MP രാജേഷും അതുപോലെ KN ബാലഗോപാലൊക്കെ പറഞ്ഞിട്ടുണ്ട് പല മദ്യ കമ്പനികളുടെ ആളുകൾ ഞങ്ങളെ വന്ന് സമീപിച്ചിരുന്നു എന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ അത് ഒരു അവധാനതയില്ലാതെ പ്രസന്റ് ചെയ്ത കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് ആലോചിക്കും എന്ന് പറഞ്ഞത്. ശരി ശരി ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, ഇവിടെ ഇപ്പോ താങ്കളുടെ ആദ്യ അവസരത്തിൽ പറഞ്ഞു പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്, അതിന്റെ ഭാഗം എന്നത് പറയുന്നു. പക്ഷെ നോക്കൂ, പരമാവധി വേഗത്തിൽ തീരുമാനങ്ങൾ എടുത്തു പോയിരുന്ന സർക്കാരായിരുന്നു മുൻ സർക്കാർ. അവിടെ ഒരൊറ്റ തീരുമാനമായിരുന്നു, ഒറ്റ വ്യക്തിയുടെ തീരുമാനമായിരുന്നു നടപ്പാക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ഒരു ക്യാപ്റ്റൻ, വൺ മാൻ ഷോ ആണോ കോൺഗ്രസിന് വേണ്ടത്? അതിനുവേണ്ടിയാണോ ജനങ്ങൾ വോട്ട് ചെയ്തത്? അങ്ങനെ ഒരു സർക്കാരിനെയാണോ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പിന്തുണച്ചത്? അങ്ങനെ ഒരു സർക്കാരിന് കോൺഗ്രസിന്റെ ഈ UDF-ന്റെ സംവിധാനത്തിൽ മുന്നോട്ട് പോവുക സാധ്യമാണോ? രേണുക, ഞാനും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു 3 പതിറ്റാണ്ട് കാലം. ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, അതായത് ചുവപ്പ് നാളയിൽ കുരുങ്ങി തീരുമാനങ്ങൾ വൈകുന്നതാണ് കേരളത്തിന്റെ വികസനത്തിന്റെ ഏറ്റവും വലിയ തടസ്സം എന്നൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു തീരുമാനം എടുക്കുന്നത് വേഗത്തിൽ വേണം. ആ വേഗതയിലൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ നേരത്തെ സുരേഷ് കുമാർ എനിക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞു. താങ്കളെപ്പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലപാടുകളുള്ള ഒരാളിൽ നിന്ന്, ഞാൻ ആ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെയാണ് സുരേഷ് കുമാർ സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ കീഴടങ്ങി നിന്നോട് സംസാരിക്കാറില്ല. UDF-നെ സംരക്ഷിക്കലോ VD സതീശനെ സംരക്ഷിക്കലോ അല്ല. VD സതീശൻ വ്യത്യസ്തമായ നിലപാടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, ഒരു ബദലുണ്ട് എന്നൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു സാമർഥ്യം നിയമസഭയിലായാലും പുറത്തായാലും
അദ്ദേഹത്തിന്റെ ഒരു സാമർഥ്യം കണ്ടപ്പോൾ ഒരു മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യനെന്ന് നേരത്തെ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ആ ഒരു തോന്നൽ കേരളത്തിൽ ഒരുപാട് പേരുണ്ടായി. എനിക്ക് മോഹൻ തോമസിനും മാത്രമല്ല ഉണ്ടായത്, ജിൻഡോ ജോണിനും മാത്രമല്ല ഉണ്ടായത്. കേരളത്തിലെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് വോട്ടർമാർക്ക് ആ ചിന്ത ഉണ്ടായതിന്റെ ഫലമാണ് ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത്. UDF 102 സീറ്റ് കിട്ടിയതിനേക്കാൾ അപ്പുറത്ത് വി ഡി സതീശൻ എന്നയാൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയതും വി ഡി സതീശൻ ഒരു വ്യത്യസ്തനായ രാഷ്ട്രീയക്കാരനാണ് എന്ന് ജനങ്ങൾക്കൊരു തോന്നലുണ്ടായത് കൊണ്ടാണ്. ആ ജനമാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയത്. അത് കേരള ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ എനിക്കതിൽ ഒരു റിഗ്രറ്റും ഇല്ല. അദ്ദേഹത്തിനെ വിലയിരുത്താനോ അദ്ദേഹത്തെ എന്താ പറയാ വിസ്തരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കാനോ ഒന്നും സമയമായിട്ടില്ല സുരേഷ് കുമാർ. നമുക്ക് അല്പം കൂടി കാത്തിരിക്കുക. ഈ തീരുമാനത്തിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ മോഡസ് ഓപ്പറാണ്ടി പിഴച്ചു പോയി. കുറച്ചുകൂടി അവധാനതയോടുകൂടി ഈ ബന്ധപ്പെട്ട മന്ത്രിമാരെയും മന്ത്രിസഭയൊക്കെ ആയിട്ട് ആലോചിച്ച് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് ഇത്തരം ഒരു തീരുമാനം എടുത്താൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസസ്, അതിന്റെ റിപ്പർക്കഷൻസ്, അത് ഏത് രീതിയിൽ UDF സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളിൽ എന്ത് വികാരം ഉണ്ടാക്കും എന്നൊക്കെ കുറച്ചുകൂടി വിശകലനം ചെയ്ത് സ്വയം വിലയിരുത്തി തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിൽ അദ്ദേഹം അടിപിടിയുന്ന ഒരു തീരുമാനം എടുത്ത് തെറ്റിപ്പോയി അല്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് അങ്ങനെ വേണ്ടി വന്നാൽ അത് തിരുത്തും എന്ന് തന്നെയാണ്. ജോർജ് പൊടിപ്പാറ ഏതെങ്കിലും തരത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടല്ല. നോക്കൂ, ഈ വിദേശ മദ്യത്തിന് അടിമകളായിട്ടുള്ള അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നവരല്ലാതെ പുറത്തു നിൽക്കുന്നവരെ കൂടി മദ്യം ഉപയോഗിക്കാൻ, അവരെ പ്രേരിപ്പിക്കാൻ, അവരെ കൂടി ക്ഷണിക്കാൻ, അങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് ഈ തിടുക്കം കാണിച്ചത്. ഇതൊക്കെ പറയുമ്പോ നമ്മൾ ഒരു കാര്യം, താങ്കൾ ചുവപ്പ് നാടയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. ഏതെങ്കിലും വികസന പ്രവർത്തനമോ വേറെയോ ഏതെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളോ അല്ല ആരുടെങ്കിലും. രേണുക പറയുമ്പോ ഈ സാധനം ഈ വീര്യം കുറഞ്ഞ മദ്യം വന്നാൽ ഉടനെ അത് കിട്ടാത്തതിന്റെ പേരിൽ ഇതുവരെ മദ്യം തൊടാതിരുന്ന ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും കാത്തിരിക്കുകയാണ് അതൊന്ന് വന്നാൽ ഉടൻ ആരംഭിക്കാൻ. പ്രിയപ്പെട്ട രേണുക, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഈ നാട്ടിൽ ഇല്ലേ? സാധാരണഗതിയിൽ പുതിയതായിട്ട് മദ്യം അതിലേക്ക് വരുന്നവർ ആദ്യം ബിയറൊക്കെ കഴിച്ച് തുടങ്ങുന്നുണ്ട്. ബിയർ ഒരു മദ്യമായിട്ട് തന്നെയാണ്. അതുപോലെ വൈൻ, അതൊരു മദ്യമാണ്. ഇനി അതും പോരാതിട്ട് സാധാരണക്കാരാണെങ്കിൽ നാട്ടിൻ പുറത്ത് കള്ള്, ഇതൊക്കെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പട്ടികയിലുള്ളതാണ്. ഇത് സ്പിരിറ്റ് ഉൾപ്പെടുന്നതാണ് കേട്ടോ. 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ ഉൾപ്പെടുന്ന, സ്പിരിറ്റ് ഉൾപ്പെടുന്ന മദ്യത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തിടുക്കപ്പെട്ടു പോയി. ഇത് കുറെ കൂടി ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾ പലരും പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കും. താങ്കൾ അതിനെ ലഘൂകരിക്കുന്നത് നീരെ കുടിക്കുന്നത് പോലെ കുടിക്കാൻ പറ്റുന്ന മദ്യം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചതാ. അല്ല, ഒരു പരിധി വരെ നമ്മളൊരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോ വല്ലാത്ത എക്സാജറേഷൻ കൊടുക്കല്ലേ. അതായത് ബോധവൽക്കരണം കൊണ്ടും അതുപോലെ തന്നെ പ്രബോധനം കൊണ്ടും മദ്യവർദ്ധനം നടപ്പാക്കാന്ന് കുറെ കാലമായല്ലോ പറയാൻ തുടങ്ങിയിട്ട്. നമുക്കറിയാം പല കാര്യങ്ങളിലും ഈ പറയുന്ന ഈ മദ്യവർദ്ധന സമരമായിട്ട് മദ്യവിരുദ്ധ സമരമായിട്ട് ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്ന പല സമുദായങ്ങളെ, ഞാൻ ഉൾപ്പെടുന്ന സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യത്തിനെതിരെ പ്രബോധനവും അതുപോലെ തന്നെ അതിനെതിരെ ഉദ്ബോധനവും നടക്കുന്നത്. ഏറ്റവും വലിയ സമരമുഖങ്ങളും അവരെ തുറക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഒരു പെരുന്നാളിന്റെ ദിവസം അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു ആഘോഷത്തിന്റെ ദിവസം അത്തരം സമൂഹങ്ങൾക്കിടയിൽ എത്രമാത്രം മദ്യ ഉപഭോഗം നടക്കുന്നുണ്ട്, അവർക്കിടയിൽ എത്രത്തോളം മദ്യ ഉപഭോഗം കുറയ്ക്കാൻ ഇത്തരം സമരങ്ങൾ കൊണ്ടും പ്രബോധനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ടും കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ആത്മപരിശോധന കൂടി നമ്മളൊന്ന് നടത്തേണ്ടതുണ്ട്. യാഥാർത്ഥ്യങ്ങളായിട്ട് ഉൾക്കൊള്ളാൻ കൂടി നമ്മൾ തയ്യാറാകണം. ഇതിന്റെ നടപടിക്രമങ്ങളിൽ വേണ്ടതിലധികം ഒരു ഉത്സാഹം ഉണ്ടായെങ്കിൽ അത് സതീശന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ആ തെറ്റാണ് തുറന്നു പറയാൻ ഒരു മടിയില്ല. പക്ഷെ അത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന്, പക്ഷെ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരളം അത്രത്തോളം അനിവാര്യമായ ധനസമാഹരണത്തിന്റെ അനിവാര്യതയുടെ ആ ഒരു പരമത്തിൽ നിൽക്കുന്നത്. കാത്തിക്കാൻ സമയമില്ല. അതായത് ഗ്യാരണ്ടികൾ നടപ്പാക്കണം, വരുത്തി വെച്ചിട്ടുള്ള ബാധ്യതകൾ തീർക്കണം. സ്വാഭാവികമായിട്ട് ധനാഗമന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പരമാവധി കണ്ടെത്തി അത് വർദ്ധിപ്പിക്കാൻ മതിയാകൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ പറ്റില്ല. ശരി, എന്തായാലും ഇതിപ്പോ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ധനാഗമനം സാധ്യമാക്കുന്നതല്ല. ഈ കമ്പനികൾക്ക്, മദ്യ കമ്പനികൾക്ക് സർക്കാരിന്റെ ഖജനാവിലേക്ക് വരേണ്ട നികുതി പണം മദ്യ കമ്പനികൾക്ക് ലഭിക്കുന്ന തരത്തിൽ അഴിമതിയാണ് നടന്നിട്ടുള്ളത് എന്നതാണ് ആരോപിക്കുന്നത്. അതായത് 131% നികുതി കുറച്ചു നൽകി, ഇടത് സർക്കാർ പോലും കുറച്ചു നൽകാത്ത നികുതി കുറച്ചു നൽകി ഈ മദ്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ, അവർക്ക് പണം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി എന്നതാണ് ആരോപണം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പറഞ്ഞോ. ഇതിനകത്ത് ഒരു കാര്യം
ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. അതായത് ഞാൻ ഇതിനെ അനുകൂലിക്കുന്ന ഒരാളല്ല. ഈ പറഞ്ഞ രീതിയിൽ ഇത് കാര്യങ്ങൾ നടപ്പാക്കണം. ഇനി നാട്ടിലില്ലാത്തൊരു പുതിയ വീര്യം കുറഞ്ഞ മദ്യം കൂടി ഞങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത് അവിടെ മദ്യപാനത്തിന്റെ ഒരു നഴ്സറി ആരംഭിക്കണം എന്നുള്ള പക്ഷക്കാരനൊന്നും അല്ല. ഞാൻ മദ്യത്തിന്റെ ഉപാസകനും ആരാധകനും ഒന്നുമല്ല, അതിന്റെ ഉപഭോക്താവുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാവുന്ന കാര്യം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പല കാര്യങ്ങളിലും ഈ പറഞ്ഞ ഇപ്പൊ വീര്യം കുറഞ്ഞ മദ്യം മാർക്കറ്റില് ഇത് സ്പിരിറ്റ് ബേസ്ഡ് അല്ല, ഇടതുപക്ഷം ഉദ്ദേശിച്ച ബേസ്ഡ് ആണ്, പച്ചക്കറി പഴം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു ഒറ്റ സിമ്പിൾ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അതായത് ഈ പറഞ്ഞ മദ്യം, ഈ വീര്യം കുറഞ്ഞ മദ്യം, ഈ വീര്യം കൂടിയ മദ്യത്തിന്റെ അതേ നികുതി നിരക്കിൽ മാർക്കറ്റിൽ ഇറക്കിയാൽ എന്തുകൊണ്ടാണ് ബിയർ 251% ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് വൈനില്ലാത്തത്? എന്തുകൊണ്ടാണ് കള്ളിനില്ലാത്തത്? കാരണം ഈ സാധനത്തിന് അതേ നികുതി നിരക്കുകളായി ആരും അത് വാങ്ങില്ല. പറഞ്ഞ മദ്യത്തിന് 251% നിശ്ചയിച്ചാൽ ആ മദ്യം വാങ്ങി കുടിക്കാൻ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവും? സുരേഷ് കുമാർ, നോക്കൂ, അതേ പ്രതിസന്ധി ഇപ്പോൾ അദ്ദേഹം വിശദീകരിച്ച ആ പ്രതിസന്ധി തന്നെയായിരുന്നു കഴിഞ്ഞ ഇടത് സർക്കാരും നേരിട്ടുകൊണ്ടിരുന്നത്. അതിൽ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. നിങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ പുതിയ സർക്കാർ പല ക്ഷേമ പദ്ധതികളും പ്രഖ്യാപിക്കുന്നു. അതിന് വരുമാനം കണ്ടെത്തുക എന്നത് അവരെ സംബന്ധിച്ച് ആവശ്യമാണ്. അങ്ങനെ കണ്ടെത്തിയതാണ്. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇതിലൊരു തിരുത്തുണ്ടാകാനുള്ള സാധ്യതയാണ്. അങ്ങനെയെങ്കിൽ മദ്യനയം വരുമ്പോൾ നാളെ സഭയിൽ സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു തിരുത്ത് വരുത്തുകയാണെങ്കിൽ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിക്കുമോ? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. വേഗം പറഞ്ഞോളൂ, 2.5 മിനിറ്റ്. ഒരു കാര്യത്തിൽ ഞാൻ മറുപടി പറയാം. അത് ഒന്നെന്ന് പറയുന്നത്, സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനാണെങ്കിൽ ടാക്സ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ടാക്സ് കുറച്ചുകൊണ്ടല്ല സർക്കാരിന് വരുമാനം ഉണ്ടാക്കേണ്ടത്. അത് തെറ്റായ കാര്യമാണ്. അപ്പോ ഇത് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനല്ല, പകരം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന, അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ബെക്കാഡി കമ്പനി ശ്രീ എം വി രാജേഷിന്റെ അടുത്തും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ കെ.എൻ. ബാലഗോപാലിന്റെയും അടുക്കൽ പോയ കാര്യം അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെന്താണ് അവർ പറഞ്ഞത്? അവർ ബെക്കാഡി കമ്പനിക്ക് വഴിവിട്ട് ഒരു സഹായവും ചെയ്തു കൊടുത്തില്ല. എന്നാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പുറത്തു പറയുന്നില്ല. പുറത്തു പറയാത്തത് എന്തുകൊണ്ടാണ്? അവർ വഴിവിട്ട് സഹായം ചെയ്തു കൊടുത്തു. അവരുടെ ഉൽപ്പന്നം ഈ വിപണിയിൽ ബിസിനസിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ 50% ആദ്യഘട്ടത്തിൽ ടാക്സ് വെട്ടിക്കുറച്ചു കൊടുക്കാനാണ് തീരുമാനമെടുത്തത്. അതിന്റെ കോൺസിക്വൻസസ് എന്താണ്? ഈ വ്യക്തികൾക്ക് പണം കിട്ടും, പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ ഈ മധുരമേറുന്ന വീര്യം എന്നാൽ ഈ സ്പിരിറ്റ് ബോയിൽഡ് ആയിട്ടുള്ള ഈ മദ്യം പോക്കറ്റിലിട്ട് മദ്യപിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിൽ മദ്യത്തിന്റെ കുത്തൊഴുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ബോധപൂർവമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ ഓർക്കുന്നത്, ഈ മോഹൻലാലിന്റെ അടുത്തിടെ ഇറങ്ങിയ സിനിമ, ആ സിനിമയ്ക്കകത്ത് ചില മയക്കുമരുന്ന് കമ്പനികൾ ഇലക്ഷന് ഫണ്ട് കൊടുക്കുന്നത് പോലെ ഞാൻ സംശയിക്കുന്നു കോൺഗ്രസിന് UDF-ന് ഈ ബെക്കാഡി കമ്പനി വലിയ നിലയിലുള്ള ഫണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്, ഒഴുക്കിയിട്ടുണ്ട്. അതിന്റെ പ്രത്യുപകാരമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ലക്കും ലഗാനുമില്ലാതെ, ഒരു മുൻവിധിയില്ലാതെ, മറ്റൊരു ആലോചനയും ഇല്ലാതെ ടീം UDF എന്ന് പറയുകയും എന്നാൽ ഞാൻ മാത്രം ഏക ഉത്തരം ഞാനാണ് എന്ന നിലയിലേക്ക് അദ്ദേഹം ഈ കാര്യങ്ങൾ ഏകപക്ഷീയമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, വളരെ ഗുരുതരമായ ആരോപണമാണ് ആ നിലയിൽ ഉന്നയിക്കുന്നത് പ്രതിപക്ഷം. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, നാളെ ഒരു പക്ഷേ ഒരു U-ടേൺ പ്രതീക്ഷിക്കാം. ആ U-ടേണിലൂടെ തിരിച്ചു പിടിക്കാൻ കഴിയുമോ പ്രതിച്ഛായ വി ഡി സതീശനെ സംബന്ധിച്ച്? കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ പോലും ചർച്ച ചെയ്യുന്ന വിഷയമായി ഇത് മാറിയിരിക്കുന്നു. ഒരു U-ടേൺ കൊണ്ട് തീരുമോ കാര്യങ്ങൾ? U-ടേൺ എന്ന പദം എവിടെ ചേരുമോ എന്നറിയില്ല. ഒരു പാകപ്പിഴ പറ്റിയാൽ, ഒരു അപാകത പറ്റിയാൽ, ഒരു നോട്ടപ്പിശക് പറ്റിയാൽ അത് തിരുത്താവുന്നതാണ്. തിരുത്തുമ്പോൾ അഭിമാനക്ഷതമൊന്നും ഉണ്ടാകേണ്ട കാര്യമല്ല. നല്ലൊരു ധീരനായ മുഖ്യമന്ത്രിക്ക് മാത്രമേ താൻ ചെയ്തതിൽ ഔചിത്യക്കുറവുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയും അത് തിരുത്തേണ്ടി വന്നാൽ തിരുത്തുകയും ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം ഇതൊരു നേരത്തെ പറഞ്ഞല്ലോ, ഇത് നടപ്പാക്കാനല്ല, തങ്ങളിതാ മദ്യം വിൽക്കാനൊന്നുമല്ല കേട്ടോ, ഒരു ടാക്സ് അങ്ങോട്ട് പ്രഖ്യാപിച്ചു വെച്ചതേ ഉള്ളൂ എന്ന് പറയുന്ന ആ തൊടിന്യായം പറയാതെ അങ്ങനെ സംഭവിച്ചു. ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി, അല്ലെങ്കിൽ ടൂറിസം മേഖലയൊന്ന് വികസിക്കട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യം ഈ ആരും 251% നികുതി കൊടുത്തുകൊണ്ട് ആരും വാങ്ങില്ല. അതിൻ്റെ ഉൽപ്പാദനമോ ഉപഭോഗമോ പ്രോത്സാഹിപ്പിക്കുക എന്നതല്ല, മറിച്ച് അവൈലബിലിറ്റി ഉണ്ടാകുക. ടൂറിസം സെക്ടർ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. കഥാകാരൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മനസ്സിലൊക്കെ ഉള്ളത് അതായിരിക്കാം. ഇവിടെ ഒരു ബ്ലൂ ഇക്കോണമിയെക്കുറിച്ച് പറയുന്നു.
അതുപോലെ ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നത് ഇതൊരു ടോട്ടാലിറ്റിയിൽ കാണേണ്ട കാര്യമാണ്. കേരളത്തിൻ്റെ സമസ്ത വികസനത്തിന് പണം കണ്ടെത്തണമെങ്കിൽ ടൂറിസം വികസിക്കണം, തീരദേശ മേഖല വികസിക്കണം, കടലിൻ്റെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തണം. ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ വലിയ രീതിയിലാണ് വിദേശത്തു നിന്ന് ഉൾപ്പെടെ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ഉൾപ്പെടെ ആളുകൾ വരേണ്ടത്. അവർ ആഗ്രഹിക്കുന്ന ചില ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ടാകണം. അത് വീര്യം കുറഞ്ഞ മദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. ആ ഒരു ഉദ്ദേശത്തെ സതുദ്ദേശപരമെന്ന് കാണാനാവുമോ? അത് ഡിബേറ്റബിൾ പോയിന്റാണ്. ഒരുപക്ഷെ KCBC അങ്ങനെയല്ല കരുതുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പലരും അങ്ങനെയല്ല കരുതുന്നത്. പ്രതിപക്ഷത്തിരുന്ന് പറയുന്നതൊന്നും നടപ്പിൽ വരുത്താനുള്ളതല്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ന്യായമാണ്, ആ ചോദ്യം ന്യായമാണ്. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ശ്രീ VD സതീശൻ പറഞ്ഞ് ചൂടാറുന്നതിന് മുൻപ് തന്നെ അവിടെ ഒരു മലക്കം മറിച്ചിൽ സംഭവിച്ചു എങ്കിൽ അതിന്റെ ഉത്തരം നിയമസഭയിൽ നാളെ പറയേണ്ടത് ഇന്ന് പറയാമായിരുന്നു. അവസരം ഉപയോഗിച്ചില്ല. സാങ്കേതികതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന ചട്ടം ഉപയോഗിച്ചുകൊണ്ട് ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നാളെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് വെളുത്തു കഴിഞ്ഞാൽ നാളെയാകുമല്ലോ. അപ്പോൾ നിയമസഭയിൽ ഇത് പറയാനും അങ്ങനെ കൈയിടിക്ക് വേണ്ടിയല്ല, മറിച്ച് തെറ്റി എന്ന് ബോധമുണ്ടെങ്കിൽ, ചെറിയ പിഴവ് പറ്റിയെന്ന് ബോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ കേരള ജനത ഉറപ്പായി തയ്യാറാകും. ആ രീതിയിലുള്ള ഒരു പൊതുജന പിന്തുണ VD സതീശൻ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് അഭിമാനത്തിൻ്റെ വിഷയമൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനാവില്ല. പക്ഷേ നിരന്തരം തുടരെ തീരുമാനമെടുത്ത് അതിൽ നിന്നും പിന്നോട്ട് പോകേണ്ടി വന്നാൽ അവിടെ ഒരു വിശാല അർത്ഥത്തിൽ UDFന് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അവിടെയാണ് ഒറ്റയ്ക്ക് ടീം ക്യാപ്റ്റൻ നല്ലതാണ്, ടീം UDF എന്ന് ഓരോ ശ്വാസത്തിലും പറഞ്ഞിരുന്ന VD സതീശൻ ആ ടീം സ്പിരിറ്റ് എവിടെ പോയി? മുസ്ലിം ലീഗ് ടീമല്ലേ, കേരള കോൺഗ്രസ് ടീമല്ലേ, KCBCയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ഒരു പരിധിവരെ ലഭിച്ചില്ല UDFന്. അതൊക്കെ നോക്കിക്കഴിയുമ്പോൾ തങ്ങളെ പിന്തുണച്ച, താൻ മുഖ്യമന്ത്രിയാകാൻ പോലും ഇടവരുത്തിയ സാധാരണക്കാർ അല്ലെങ്കിൽ ഭവനങ്ങൾ വീടായി കൂടിയായി താമസിക്കുന്നവർ, അവരുടെ ഇടയിൽ ഉൾപ്പെടെയുള്ള ഐക്യമാണ്. ഇത് മദ്യപാന ശീലം വലിയ രീതിയിൽ വരികയാണെങ്കിൽ കുടുംബ ഭദ്രത പോലും തകരുകയാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് മുൻപ് പറഞ്ഞ കാര്യത്തിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ തനിക്ക് ചില തെറ്റുകൾ പറ്റി, താൻ തിരുത്താൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ കൂടുതൽ തിളക്കത്തോടുകൂടി ശരി. എന്തായാലും അങ്ങനെ ഒരു യു ടേൺ ആണോ ഉണ്ടാകാൻ പോകുന്നത്? എന്തായാലും നാളെ അതിനൊരു മറുപടി മുഖ്യമന്ത്രി സഭയിൽ പറയുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം മദ്യനയത്തിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണോ എന്നതാണ്. അതേന്ന് പറയുന്നു 39% പേർ, അല്ല എന്ന് പറയുന്നു 58% പേർ. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 3% പേർ. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.